Hola amigos. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേരും നാട്ടിൽ പോവാണ്. ട്രാൻസിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഓട്ടം തുള്ളലായിരുന്നു. നാട്ടിൽ പോണതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും സോർട്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓട്ടം തുള്ളലിൽ നിറഞ്ഞ ഈ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് എത്താം. ക്ലൂ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ശ്രദ്ധിക്കമ്പാനെ. ഓക്കെ, കമന്റ് അമ്മാനെ. ഒരാഴ്ചയും കൂടി ഉള്ളൂ ഇനി നാട്ടിൽ പോകാൻ. എക്സൈറ്റ്മെന്റ് ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റി സ്ട്രെസ് എന്ന് പറയാൻ പറ്റില്ല, എക്സൈറ്റ്മെന്റ് കലർന്ന സ്ട്രെസ്. ഞാനിപ്പോൾ പോണത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഐഷുവിൻ്റെ മേക്കപ്പ് അക്കാഡമിയിലേക്കാണ്. അവിടെ നിന്ന് പ്രീമിയം മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ എക്സിബിഷൻ ഉണ്ട്. നമ്മുടെ ഒപ്പം ഐഷുവിൻ്റെ ഫ്രണ്ട് തീർത്ഥയുണ്ട് കേട്ടോ. തീർത്ഥ എൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ്. നമ്മൾ ആക്സിഡൻ്റലി കണ്ടുപിടിച്ചത്. നാട്ടിലിപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും, കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനവും ഇല്ല. പക്ഷെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റ്സ് ആയി പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാനും ഇഷ്ടമാണ്, കിട്ടുന്നതും ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും കൊടുക്കാൻ ഒരുപാട് ഗിഫ്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. മേജർ ഫോക്കസ് ചെയ്തത് ഷാർലറ്റ് ടിൽബറി ബ്രാൻഡിലാണ്. നല്ല കുറേ പ്രോഡക്ട്സ് കിട്ടിയിട്ടോ. ഫൗണ്ടേഷൻ, ലിപ് ലൈനർ, കൺസീലർ, പിന്നെ എനിക്കിടെ കുറച്ച് നല്ല പ്രോഡക്ട്സും കിട്ടി. എല്ലാം കൂടി ഞാൻ വാങ്ങി. എന്ത് സുന്ദരമാണ് നോക്കി ഇവിടെ നിൽക്കണത്. ചന്തം. ദിസ് ഇസ് അനദർ ചന്തം. ഞാൻ തീർത്ഥ, ഓൾസോ നോൺ ആസ് ടോലു. ടോലുവിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ ടോലു എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. സച്ച് എ തോട്ട്ഫുൾ ഗിഫ്റ്റ്. എനിക്കിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പം ദിബനും ശിവനും കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ ആരെ തന്നറിയോ? തീർത്ഥ. അന്ന് മീറ്റ് ചെയ്തില്ലേ സുധീനെ കാണാൻ പോയപ്പോ? റിലേറ്റീവ് ഇല്ലേ, കൃഷ്ണ വർക്കൗട്ട്. അവര് അവള് ഐശ്വര്യ കൂടെ ചായമോ. അപ്പൊ അവര് ഇറ്റലി പോയപ്പോ ഇത് കണ്ടപ്പോ ഈ മാഗ്നറ്റ് കണ്ടപ്പോ അവള് നല്ല രസം, വെരി തോട്ട്ഫുൾ അല്ലേ. ഭയങ്കര ഇഷ്ടമായി. ശിവന് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഇതൊരു ചേച്ചി തന്നതാ. മിക്ക ചേച്ചിയുടെ പേരെന്താ അറിയോ? ടോളു. രംഗു ആൻഡ് രംഗൂസ് പപ്പു. രംഗപ്പു. മൈ ഗോഡ്, വാട്ട് എ ക്രിയേറ്റർ. രംഗപ്പി എന്നൊക്കെ. രംഗമ്മ, രംഗപ്പ ആൻഡ് രംഗ. രംഗമ്മ. ഇപ്പം ഞാനും ശിവന്റെ ടോയ് റൂമിലാണ്. നമ്മൾ 1 വീക്ക് കഴിഞ്ഞ് നാട്ടിൽ പോകണം. അപ്പം അതിൻ്റെ മുന്നേ ഡീപ്പ് ക്ലീനിങ് പരിപാടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ശിവബിതേ പട്ടയാണ്. അതാ ഈ ക്യാമറയുടെ ഫിൽറ്ററാണ് കേട്ടോ. ഞാൻ പണ്ട് എന്തോന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ് സാധനം. ഇപ്പം മാറ്റാറില്ല. ശിവന് റൂം തൽക്കാലം മെഗാ മെസ്സി ആയിരിക്കുക. ഇത് അമ്മയും ശിവനെയും പരിപാടിയാണ്. കാരണം ഞങ്ങൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അതായത് ശിവന് ആവശ്യമില്ലാത്ത ടോയ്സ് ഒക്കെ എടുത്ത് ഈ റൂമിൽ നിന്ന് മാറ്റി സ്റ്റോർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പത്തപ്പാടിലാണ്. ശിവബി, വാട്ട് ആർ യു ഡൂയിങ്? എന്ത് ചെയ്യണ? ബുക്ക് വായിക്കണോ? ഹലോ മിസ്റ്റർ, ബുക്ക് വായിക്കണോ? എന്താ ക്ലീനിങ്ങിൻ്റെ പകുതിയിൽ ഓടിപ്പോയത്? ഫിനിഷ് ചെയ്യണ്ടേ നമുക്ക്? ബ്രേക്ക് എടുക്കാണോ? കുറച്ച് മിനിറ്റ് വരുമോ? ഓക്കിഡോ. അപ്പോൾ ദേ ശിവരുന്ന് ബുക്ക് വായിക്കുകയാണ്. നമുക്ക് കുറച്ച് ഇൻറ്റൻസീവ് ക്ലീനിങ് തന്നെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനും കുറച്ച് ബ്രേക്ക് എടുക്കാണ്. കുഞ്ഞ് ബേബി ആകുമ്പോഴത്തെ ബുക്കല്ലേ കാണാ. ഇപ്പോഴും ഇഷ്ടമാണ് ഈ ബുക്ക്. ഇത് ശിവൻ്റെ ഫേവറേറ്റ് ബുക്കാണ്. ശിവ ബുക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശിവ ക്ലോസ് ചെയ്തിട്ട്. അതിൻ്റെ പേര് ഇൻ്റലിജൻസ് ബുക്ക്. നല്ല അടിപൊളി ബുക്കാണ്. അതുകൊണ്ട് ഞാൻ ഒരു കൊളാബ് ചെയ്താണ് ഏതൊരു ഇൻസ്റ്റാ പേജായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. നല്ല സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ വാങ്ങിയിട്ടാണെങ്കിൽ വാങ്ങിക്കോളൂ. നല്ല സാധനം. ശിവന് ക്ലീൻ റൂമിൽ കയറി ചെല്ലാനാണോ ഇഷ്ടം, അതോ മെസ്സി റൂമിൽ കയറി ചെല്ലാനാണോ ഇഷ്ടം? ആണോ? അതെന്താ കാരണം? നമ്മൾ എന്തിനാണ് നമ്മുടെ തിങ്സ് ക്ലീനും ഓർഗനൈസ്ഡും ഒക്കെ ആക്കി വെക്കുന്നത്? നോ ഫണി ആൻസേഴ്സ്. ഓക്കെ, ചില അപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പറഞ്ഞു കൊടുക്കും എന്തിനാണ് നമ്മൾ ക്ലീൻ ആക്കി വെക്കണത്. Okay, he's not going to answer. Forget it. It's okay, Kana. It's fine, Kana. It's fine.
മൈൻഡ് ക്ലീൻ ആവാൻ, കാം ആവാൻ, ഹാപ്പി ആവാൻ. ആണോ? ശിവന് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അത് അമ്മയും അച്ഛനും പറഞ്ഞു തരികയാണോ വെറുതെ? അല്ല, അച്ഛൻ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ അത് ഫണി വേടാ. എന്ത് എന്താണ്? നല്ല ക്ലീൻ ആണല്ലോ. ഞങ്ങളിന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ദിബൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശിവന് സ്ഥിരം പരിപാടിയാണ് ഒളിച്ചിരിക്കുക. അപ്പോൾ അതെ, ശിവ എവിടെയോ ഒളിച്ചിരിക്കുന്നു. Could you find Shibibi? Let me see. കാണാനില്ലല്ലോ. കാണാനില്ല അല്ലേ? എന്താ ചെയ്യാ? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഇല്ലല്ലേ, അവിടെ ഒന്നും ഇല്ല. എന്താ ചെയ്യാ? എവിടെയാണ് ഇപ്പൊ ഇത്? ഇന്റെ മണം താഴത്തേക്ക് വരുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ പോക്കിരി ശിവനെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഡിന്നർ ടൈമാണ്, നമുക്ക് താഴെ പോയി ഡിന്നർ കഴിക്കാം. അപ്പോൾ മുകളിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. ദിബനും ശിവും അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലീൻ ചെയ്യണ ദിവസമല്ലേ, ഒട്ടും എനർജി ഉണ്ടാവില്ല വേറെ ഒന്നിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനിങ് മാത്രം. നോർമൽ ക്ലീനിങ് ആണെങ്കിൽ നമുക്ക് കുക്കിങ്ങിനൊക്കെ സമയം ഉണ്ടാവും. ഇന്ന് നമുക്ക് സമയം ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ശിവും പോയിട്ട് ഇന്ത്യൻ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിന്നർ ഹോളി റെസ്റ്റോറൻറ്റ്. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. ഒരു സുഭിക്ഷമായ പഞ്ചാബി പായസമുണ്ട്. അപ്പോൾ പനീറിൻ്റെ ഗ്രേവി ഉണ്ട്, ബാസ്മതി റൈസ് ഉണ്ട്, മിക്സ് വെജ് ഉണ്ട്, ദാൽ മഖനി ഉണ്ട്, നാൻ ഉണ്ട്, ചട്നി ഉണ്ട്, പിന്നെ മിക്സ് ചെയ്തിട്ടാ കഴിക്കാം. കറി ഒന്നും കാണാനില്ലല്ലോ പ്ലേറ്റില്. ഇതെന്താ ശിവ? കാൻഡി. ഏയ് ബോയ്, കറി എന്താ പൊന്നിൻ്റെ പ്ലേറ്റിൽ കാണാത്ത? കറി കഴിച്ചാൽ സ്ട്രോങ് പവർ കിട്ടും കേട്ടോ. മിക്സ് വെജ് മാത്രം കഴിച്ചാൽ മതി. ഉണ്ണി അതൊന്ന് കുറച്ച് കൊടുക്കുമോ? കുറച്ച് മിക്സ് വെജ് മാത്രം കണ്ടോ. വെജീസ് കഴിച്ചാലാണ് പ്രോട്ടീൻ, വിറ്റമിൻസ് ഒട്ടും എരിവില്ല. നോ നീഡ് സ്പൈസി. ടോമാ കഴിച്ചു നോക്കൂ. ഞാൻ ശരിക്കും നാട്ടിൽ പോണ ഷോപ്പിംഗ് ഇല്ലേ, അതായത് ഗിഫ്റ്റ്സിൻ്റെ ഷോപ്പിംഗ്, അത് ഓവർ ദി ഇയർ ആണ് കേട്ടോ ചെയ്യാറ്. അതായത് ഓരോ സമയത്ത് പോകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങി വെക്കും. അപ്പോൾ ഞാനും ദിബനും ഇപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കുകയായിരുന്നു, എന്തൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി, എന്തൊക്കെ നീ വാങ്ങാണ്ട്, ഒരു കുട്ടി അസസ്മെൻറ്റ്. അങ്ങനെ ഈ അസസ്മെൻ്റ് ഒപ്പം ഒരു മേജർ കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, നമ്മൾ എക്സ്ട്രാ ലീവ്സ് എടുക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോമിൽ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. അതായത് ഇത് മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന ഒരു പെർമിഷൻ ഫോമാണ്. ഈ ഫോമിൽ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ ലീവ്സ് എടുക്കാൻ പറ്റൂ. സ്കൂളിൻ്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഒഫീഷ്യൽസ് നമ്മുടെ എയർപോർട്ടിൽ നിർത്തും. എന്നിട്ട് നമ്മൾ സ്കൂൾ മിസ്സാക്കി ഓരോ ദിവസത്തിനും €250 വരെയുള്ള ഫൈൻ കെട്ടേണ്ടി വരും. ആ വിശ്വസനീയമായ ഈ ആചാരം ശരിക്കും സത്യമാണ്. എന്താല്ലേ? അങ്ങനെ 2 ദിവസം എടുത്തിട്ടാണെങ്കിലും ഞാനും ശിവും ടോയ് റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് പരിപാടി നടത്തി കഴിച്ചിരിക്കുന്നു. കുറേ സാധനങ്ങളുടെ അടുത്ത് മാറ്റാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി. ഈ ടോയ് റൂം മാത്രമല്ല കേട്ടോ, എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് വീടിൻ്റെ പല ഭാഗങ്ങളും ഡീപ്പ് ക്ലീൻ ചെയ്യുക. ദിബിന് ഒബ്സെഷനാണ് ഗാർഡൻ ക്ലീനിങ്. അതുകൊണ്ട് ദിബിനും ഞാനും പോണതിന് മുമ്പ് ഗാർഡനും ഒന്ന് നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഇതേപോലെ ഒന്നും ഗാർഡൻ ഉണ്ടാവില്ലെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. എനിക്കെപ്പോഴും എന്താ തോന്നാറ് വെച്ചാൽ, നമ്മളിങ്ങനെ ചില ദിവസം ലോ അടിച്ചിരിക്കില്ലേ, അല്ലെങ്കിൽ ലേസി, അല്ലെങ്കിൽ ഡൾ, ഒരുമാതിരി ഒരു ലൂപ്പ് തോട്ട് പാറ്റേണിലുള്ള സമയത്ത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റണത് ക്ലീനിങ് പരിപാടിയിൽ എൻഗേജ് ആവുകയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്ത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഡീക്ലട്ടർ ചെയ്യുക, ലെറ്റ്സ് സേ കിച്ചൺ ഓർ വാർഡ്രോബ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്ലിഫ്റ്റ് ഇൻ ദ മൂഡ് ഫീൽ ചെയ്യും. പിന്നെ അതും പോരാതെ ആ പ്രോസസ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി എനർജൈസ്ഡ് ആയിരിക്കും. എനിക്കെപ്പോഴും ഇഷ്ടം ഡീപ്പ് ക്ലീനിങ് ചെയ്യാനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് എന്തായാലും വേണം കേട്ടോ. ഡു യു റെസനേറ്റ് വിത്ത് ദിസ്? നമുക്ക് പ്രിപ്പറേഷൻ്റെ അടുത്ത ലെഗിലേക്ക് കിടക്കാം, ഗ്രൂമിങ്. ശരിക്കും ശിവൻ്റെ മുടി വളർന്നിട്ട് കുറച്ച് കാലമായി. എനിക്ക് നീണ്ട ഹെയർ സ്റ്റൈൽ വേണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ തോന്നി നാട്ടിൽ നല്ല ചൂടുള്ള വെതറായിരിക്കില്ലേ, അപ്പോൾ ഏറ്റവും നല്ലതൊരു ഫ്രഷ് ഹെയർ കട്ടാണ്. അതുകൊണ്ട് ശിവനെ കൂട്ടിയിട്ട് നമ്മൾ ഫ്രഷ് ഹെയർ കട്ടിന് വന്നു. ഇത് ഓസ്ദോർ പ്ലെയിനിലുള്ള ഒരു കടയാണ്. നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ് കേട്ടോ വരാറ്. ഇവിടെ വരുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാറുണ്ട് ഹെയർ കട്ടിന്. ശിവ എപ്പോൾ വന്നാലും ഇവിടെ ലൈറ്റ്നിങ് ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്യാറ്. ഈ പ്രാവശ്യവും അത് തന്നെയാണ് ചൂസ് ചെയ്ത്. എന്നോട് ചോദിക്കുകയാണ് കണ്ടല്ലോ, എനിക്ക് ശിവൻ്റെ നേരത്തെ മെസ്സി ഹെയർ ആയിരുന്നു ഇഷ്ടം, പക്ഷേ ശിവന് ഇഷ്ടം ഇതായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് ശിവൻ്റെ ഇഷ്ടം ഇസ് നൗ അമ്മാച്ചൻസ് ഇഷ്ടം. ശിവൻ്റെ ഗ്രൂമിങ് സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മുടെ ആംസ്റ്റർഡാം ഫാമിലീനെ മീറ്റ് ചെയ്യാം. ഇന്ന് അതിന് പറ്റിയൊരു ഒക്കേഷൻ കൂടിയാണ്. നമ്മുടെ ആമിക്കുട്ടിയുടെ 4th ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ ഹൂഫ് തോർഫിലെത്തി അച്ചുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഗിഫ്റ്റ്സൊക്കെ ആയി ഞങ്ങൾ പോകുമ്പോണ്ടല്ലോ ദൂരെ നിന്ന് ആമിക്കുട്ടി ഇത് കണ്ടിട്ട് നേരെ വാതിലൊക്കെ തുറന്ന് ഓടി ഇങ്ങോട്ട് പോകുന്നു. ആരാണ് ഈ ഡോള്? ഈ സുന്ദരിക്കുട്ടി ആരാണ്? ഗിഫ്റ്റ് വാങ്ങാൻ വന്നാണോ? നോക്കട്ടെ, ഇഷ്ടായോ ഗിഫ്റ്റ്? ഇങ്ങോട്ട് നോക്കട്ടെ മേമാ, ഇഷ്ടായോ? അല്ല ഏതാ ഇഷ്ടായത്? രണ്ടും ഇഷ്ടായോ? ഇതിൽ എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷെ അറിയോ? ഇനി സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ശിവൻ്റെയും നേത്തൻ്റെയും വേദനയും കാലിലുള്ള ഈ ഷൂല് ഇത് ഹീലീസ് ആണ് കേട്ടോ. ഇത് വെച്ച് റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തത് നമ്മുടെ ഐഷു ആണ്. ഐഷുവിൻ്റെ ഗിഫ്റ്റിംഗ് സ്കിൽസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഐഷു ഇസ് ഗിഫ്റ്റ് കൊടുക്കാൻ പുലി ആൻഡ് ഗിഫ്റ്റ് ചോദിക്കാൻ ഇവരും പോലീസാണ്. അപ്പോൾ ആകെ മൊത്തം നല്ല നൈസ് കോമ്പിനേഷൻ. ഈ ഓട്ടവും തിരക്കും കാരണല്ലേ ഞാൻ തീം കംപ്ലീറ്റ്ലി മറന്നുപോയി. ബ്ലാക്ക് പാൻറ്റും ടോപ്പ് ഇട്ടിട്ടാണ് ഞാൻ പാർട്ടിക്ക് വന്നത്. പക്ഷേ തീം വാസ് മെർമെയ്ഡ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ എന്തായാലും ഇതിടണ്ട. എന്നിട്ട് എനിക്ക് അവളുടെ വൈറ്റ് പാൻസ് ഫ്ലോറൽ ടോപ്പും തന്നു. പിന്നെ മുടിയും കെട്ടി തന്നു കേട്ടോ, മെർമെയ്ഡ്. ഇനി ഏകദേശം ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആംസ്റ്റർഡാം ഫാമിലീനെ കാണാൻ പോണത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോഴേക്ക് ഇവരൊക്കെ കാണുമ്പോൾ വിഷമം അങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ ഇനി കാണാം, ഒരു മിസ്സിങ് പോലെ. എന്തായാലും എല്ലാവരോടും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. നമ്മുടെ ആമിക്കുട്ടർ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞാൻ ദിബിനും പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നത്. ശിവ വന്നിട്ടില്ലേ. ശിവ അവിടെ തന്നെയാണ് സ്ലീപ്പ് ഓവർ ചെയ്തത്. കാരണം അവർക്ക് വെക്കേഷൻ തുടങ്ങിയപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ കിഡ്സിനെ നീച്ച് ഒരുമിച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കും ദിബിനും ജോലി എന്നൊക്കെ പറഞ്ഞാണല്ലോ നല്ല തിരക്കായിരുന്നു. കാരണം നമ്മൾ ഇനി വെക്കേഷന് പോകാണല്ലോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് തിരക്കുകൾ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം എന്തൊരു തിരക്കായിരിക്കും. ഓരോ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യുക, അങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ഷോപ്പിങ്ങിന് പോയി. കാരണം എനിക്ക് എൻ്റെ ബ്രദറിനും ബിജുവേട്ടനും ഒക്കെ ഗിഫ്റ്റ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ദിബിൻ്റെയാണ് കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഗേൾസിനെയും ബോയ്സിനെയും ടേസ്റ്റ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു അടിപൊളി റിഫ്രഷിങ് ഇന്ത്യൻ ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് ജോലിക്ക് പോകാനും ഉണ്ടായിരുന്നു. ഞാൻ ജോലി പോയി. എൻ്റെ ലാപ്ടോപ്പിൽ കുറച്ച് സെറ്റിങ്സ് മാറ്റമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഓഫീസ് ഫോൺ കളക്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ആംസ്റ്റർഡാം സിറ്റിയിൽ അഗൈൻ ദ ലാസ്റ്റ് ലെഗ് ഓഫ് ദ ഷോപ്പിംഗ്. ലാസ്റ്റ് ലെഗ് തീരുന്നില്ലല്ലോ നിങ്ങൾക്ക് തോന്നും. എനിക്കറിയില്ല, എനിക്ക് കുറച്ച് സാധനം കൂടി വാങ്ങാണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഗായ്സ് ദേ നമ്മുടെ വണ്ടിയിൽ ശിവ് ബോയ് ഇല്ല. ശിവ് ഉള്ളത് അച്ചുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ അച്ചുവിൻ്റെ വീട്ടിൽ പോവാണ് ശിവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശിവ് ഇന്നലെ അവിടെ ആയിരുന്നു ലുഷീർ, ഇന്നും അവിടെ തന്നെ ആയിരുന്നു പകൽ മുഴുവൻ. അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ദിബിനും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശിവ് അച്ചുവിൻ്റെ വീട്ടിലായിരുന്നു. വേദും ആമിയുടെ കൂടെ ഒക്കെ കളിക്കാമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ശിവനെ പിക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ അച്ചു ഫോൺ വിളിച്ച് പറഞ്ഞു ബീഫ് ബിരിയാണിയും ആലു ഗോപിയാണ് ഇന്ന് മെനു. അപ്പോൾ അത് ഓടി പോയി കഴിക്കണം അല്ലേ? ആർ യു എക്സൈറ്റഡ്? സ്പീഡുണ്ടല്ലോ. ഓ അത് കൊള്ളാലോ തിരിയണത്. 2 days വീട്ടിൽ നിന്ന് ദൂരെയായിരുന്നു കുട്ടി. എന്തായാലും വീട്ടിൽ വന്നിട്ട് ശിവൻ്റെ ട്രാവൽ ബാഗ് പാക്ക് ചെയ്തു. അവൻ്റെ നാട്ടിൽ കളിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനും എൻ്റെ ട്രാവൽ പൗച്ച് പാക്ക് ചെയ്തു. എനിക്കൊരു ശീലം കേട്ടോ, എല്ലാ പ്രാവശ്യവും ഓവർ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് പല സാധനങ്ങളും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് പാകത്തിനുള്ള സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനും ദിബിനും ലഗേജ് ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ലഗേജിന് സാധനങ്ങൾ ഷോപ്പ് ചെയ്തൊരു സ്ഥലത്ത് സോർട്ട് ചെയ്ത് വെക്കും. ദിബിനാണ് അത് പാക്ക് ചെയ്യുക. ദിബിൻ ഈസ് ദ പാക്കിംഗ് പുലി ഇൻ ദ ഹൗസ്. ഞാനും ശിവും അസിസ്റ്റൻറ്റ് റോൾസാണ്. ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, ദിബിൻ പാക്ക് ചെയ്യുക. അങ്ങനെ എന്തായാലും നമ്മുടെ പാക്കിംഗ് ഫൈനലി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി പെട്ടിയിൽ എന്തായാലും ഒന്നും കൊടുക്കാനില്ല. ദിബിനും ശിവും ഉറങ്ങാൻ പോയി. ഞാനും ഓടിപ്പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഇല്ലെങ്കിൽ രാവിലെ നിൽക്കുമ്പോൾ ഡിസോറിയൻറ്റഡ് ഫീൽ ആയിരിക്കും. അപ്പം രാവിലെ കാണാം.
ഗുഡ് മോർണിംഗ് ഗൈസ്. ടിക്കറ്റ് ബുക്ക് ചെയ്ത മുതൽ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണെന്ന്. എയർപോർട്ടിൽ പോവാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗിലെ വിശേഷം. അടുത്ത വ്ളോഗിൽ നമുക്ക് നാട്ടിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ചാവ് ചാവ് ഫ്രം ടിയാമോ.